angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ഫ്രം purple.com ആണ്. നമുക്കറിയാം purple.com ൽ അത് കുറേ ഹോം ബ്രാൻഡ്സ് ഉണ്ട്. അവരുടെ സൈറ്റിൽ മാത്രം കിട്ടുന്ന കുറേ ഹോം ബ്രാൻഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ പ്രോഡക്ട്സ് എനിക്ക് PR പാക്കേജിംഗ് ആയിട്ട് വരാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഓഗസ്റ്റ് തൊട്ട് എനിക്ക് PR പാക്കേജിംഗ് വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത്ര നാൾ ഇപ്പോൾ ഓഗസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അറൌണ്ട് 6 months ആയി, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി 6 months ആയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതുള്ളത് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ആ പെർട്ടിക്കുലർ പ്രോഡക്ട്സ് വെച്ചിട്ട് ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഫംഗ്ഷന് വേണ്ടി പോകാനാണ്, ചെറിയൊരു കുഞ്ഞി ഫംഗ്ഷന് വേണ്ടി പോവാണ്. സോ ഞാൻ എന്തായാലും ഞാൻ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പേഴ്സണൽ ഫേവറേറ്റ്സ് ഫ്രം purple.com. അപ്പോൾ ഓർത്തു എന്തായാലും റെഡി ആവണ സമയത്ത് അത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഫേസ് സ്കിന്നിന് നന്നായിട്ട് മേക്കപ്പ് മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ സ്കിൻ കെയർ ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് മേക്കപ്പ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമർ നോക്കുകയാണെങ്കിൽ സ്റ്റേക്ക് വർക്കിന്റെ പ്രൈമർ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ, നല്ല ഒരു ഓപ്ഷനാണ്. ഞാനപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസിൽ ഞാൻ മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ പെർട്ടിക്കുലർ പ്രൈമർ എൻ്റെ ടീ സോൺസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് ഒരു നല്ലൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൈമർ നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ റേഞ്ചിൽ നമുക്ക് അങ്ങനെ വേറെ പ്രൈമേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൻഡ് അത് അത്യാവശ്യം അത് നന്നായിട്ട് അതിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ടീ സോൺസിലും ഒക്കെ ബാക്കി എൻ്റെ ഫേസിലും ഒക്കെ നന്നായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാണ് ഈ ഒരു പ്രൈമർ. ഇതൊന്ന് സെറ്റിൽ ആകട്ടെ. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. ആക്ച്വലി ഇത് സ്റ്റേക്ക് വർക്കിന്റെ ഒരു റീസെന്റ് ലോഞ്ച് ആണെന്ന് തന്നെ പറയാം. സോ എനിക്ക് ഇതിൻ്റെ 5-6 കളേഴ്സ് ഇവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു PR പാക്കേജിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 4 ആണ്. ആൻഡ് ഇത് ലൈറ്റ് ടു ഡാർക്ക് സ്കിൻ ടോണിലുള്ള ഷെയ്ഡ്സ് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളുടെ ഷുഗർ കോസ്മെറ്റിക്സിന്റെ മാതിരത്തെ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കിന്റെ മാതിരത്തെ ഒരു പാക്കേജിംഗ് ആണ്. ഇവിടെ ഫൗണ്ടേഷനും ഇവിടെ ബ്ലെൻഡിങ് സ്പഞ്ചും. പക്ഷെ ഇത് ഇത്ര ചെറുതായതുകൊണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് അത് ഒഴിച്ച് ബാക്കി നമ്മൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഇത് അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും റേറ്റ് കുറവിൽ ഇത്രയും നല്ല കവറേജും നല്ലൊരു ബ്യൂട്ടിഫുൾ ഫിനിഷാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫൗണ്ടേഷന്. ഇത് സ്റ്റേക്ക് വർക്കിന്റെ സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും കൂടെ ഹോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിക്ക് ഫൗണ്ടേഷൻ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടമായി. അത്രയും നല്ലൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണിത്. സോ ഇതാണ് ഞാൻ ഇപ്പം എൻ്റെ ബേസ് പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്റെ ഫേസിൽ ഫുൾ ഈവൻലി സ്പ്രെഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ ബ്യൂട്ടി ബ്ലെൻഡറോ യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ബ്ലെൻഡറാണ്. അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ് എന്റെ സ്കിന്നിലേക്ക് ഈ ഒരു ഫൗണ്ടേഷൻ. അതായത് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ആൻഡ് ഇത് നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് അങ്ങനെ പാച്ചി മാതിരി ഒന്നും തോന്നില്ല. നമുക്ക് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ്. സത്യമായിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിനകത്ത് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഷെയ്ഡ്സ് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഇത് വേണമെങ്കിലും കൺസീലർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ഇത് കുറച്ച് നമ്മളിവിടെ കിട്ടുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് കോണ്ടർ ആയിട്ട് നമുക്ക് ഈസിലി യൂസ് ചെയ്യാം. സോ കോണ്ടറിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ഇതിന്റെ അകത്ത് നമ്മളുടെ purple.com എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസീലർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് വൈബിന്റെ ലിക്വിഡ് കൺസീലർ. ഞാനിതിന്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, നിങ്ങൾ അഫോർഡബിൾ റേറ്റിൽ നല്ല കൺസീലർ നോക്കുവാണെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ്. അങ്ങനെ ഹൈ കവറേജ് ഫുൾ കവറേജ് കൺസീലർ അല്ലെങ്കിലും ഒരു ബിഗിനറിന് ഏറ്റവും നല്ല കൺസീലർ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അഫോർഡബിൾ റേറ്റിൽ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇന്നിപ്പോൾ അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ഞാൻ കൺസീൽ ചെയ്യണില്ല. ഞാൻ ചെറിയൊരു ഫംഗ്ഷനാണ് പോണത്, അപ്പോൾ ഓവറായി പോരുതല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രം, പിന്നെ നമ്മളുടെ ഈ ആക്നേസ് ഒക്കെ വന്നു പോയ ഏരിയാസിൽ മാത്രം കേട്ടോ. ഈ കൺസീലറിന് കറക്റ്റേഴ്സും അവൈലബിൾ ആണ്. ഈവൻ സ്റ്റേക്ക് വർക്കിന്റെ ആ സ്റ്റിക്ക് ഫൗണ്ടേഷനും കറക്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കളർ കറക്റ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈസിലി അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിനുശേഷം ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ.
ഇവൻ നമ്മൾ എൻവൈബിന്റെ കൺസീലർ യൂസ് ചെയ്ത് നമ്മൾ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഐ ആം പ്രിറ്റി ഹാപ്പി വിത്ത് ദിസ് ബിക്കോസ് എനിക്ക് അങ്ങനെ ഒത്തിരി ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസീലറാണ്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഞാൻ കോണ്ടോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, കോണ്ടോർ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ച സ്റ്റേക്ക് വർക്കിന്റെ ഫൗണ്ടേഷൻ സ്റ്റിക്കിലെ അതിൻ്റെ അകത്ത് തന്നെ ഡാർക്കസ്റ്റ് ഷെയ്ഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഷെയ്ഡ് നമ്പർ 7 ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ കോണ്ടോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണേ. ഞാനിപ്പോ എന്റെ ബേസ് മേക്കപ്പ് ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ എല്ലാം ക്രീം ആൻഡ് സ്റ്റിക്ക് പ്രോഡക്റ്റ് യൂസ് ചെയ്തേക്കണ കൊണ്ട് ഞാൻ എന്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. purple.com പല ടൈപ്പ് ഓഫ് കോമ്പാക്ട് പൗഡേഴ്സ് പല ബ്രാൻഡിന്റെ അവൈലബിൾ ആണെങ്കിലും ഞാൻ 100% ഹാപ്പി അല്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഞാനത് എന്റെ കയ്യിലുള്ള എനിക്ക് ഇഷ്ടമുള്ള വേറൊരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ലാക്മേയുടെ ആബ്സല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് കോമ്പാക്ട് പൗഡറാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് ഞാൻ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തെടുക്കുകയാണ്. ഫുൾ ഇങ്ങനെ ബ്രഷ് ചെയ്യണില്ല. എല്ലാം നമ്മളൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി പ്രൊഡക്റ്റ് മൂവ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഞാനിപ്പോ എന്റെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്റെ കോണ്ടോർ ചെറുതായിട്ടൊന്ന് ഡിം ആയിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രോൺസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ മുകളിൽ കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ബേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമ്മൾ ഐബ്രോസ് ഒന്ന് നന്നായിട്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആക്ച്വലി എൻ്റെ എൻവൈബിന്റെ ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് പിങ്കി ചേച്ചിക്ക് കൊടുത്തു. ബ്ലാക്ക് ആയതുകൊണ്ട് അവന്റെ നല്ല തിക്ക് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോസ് ആയതുകൊണ്ട് ബ്ലാക്ക് എനിക്ക് ചേരണമെന്നില്ല, അവന് നന്നായിട്ട് ചേരണോണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ എൻവൈബിന്റെ എന്താ അതിന്റെ പേര് ഐബ്രോ പെൻസിൽ ബ്രൗൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും അതിനെ തന്നെ എടുത്ത് പറയുള്ളായിരുന്നു. പിന്നെ ഞാൻ വേറെ ഇങ്ങനെ പെലാഡിയോ അങ്ങനത്തെ ബ്രാൻഡൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. സോ ഞാൻ സോഫാർ യൂസ് ചെയ്ത പ്രൊഡക്ട്സിനെ പറ്റി മാത്രമാണ് പറയണത്. സോ ഇന്നിപ്പോ എൻ്റെ കയ്യിൽ വേറെ ഈ സ്റ്റേക്ക് വർക്കിൻ്റെതും എൻവൈബിൻ്റെതും ഐബ്രോ പ്രൊഡക്റ്റ് എൻവൈബിൻ്റെത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. സ്റ്റേക്ക് വർക്കിൻ്റെതും ആംസ്റ്റർഡാമിൻ്റെ അകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എസെൻസിന്റെ ഐബ്രോ പെൻസിലാണ്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അഫോർഡബിൾ റേഞ്ചിൽ. ഈവൻ മെയ്ബിലീനൊക്കെ അസലാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിന്റെ ബാക്കിലുള്ള സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യണം. ഓക്കെ, സ്പൂളി അല്ല ബ്രഷ് വെച്ചിട്ട്, സ്പൂളി അല്ല ഇതിനുള്ളത്, ബ്രഷാണ്. ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നെക്സ്റ്റ് ഐ മേക്കപ്പിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഐ മേക്കപ്പിലേക്ക് ഞാനിന്ന് ചൂസ് ചെയ്തേക്കുന്നത് ഫേസസിന്റെ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഐ പെൻസിൽസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ആക്ച്വലി ഒത്തിരി പ്രോഡക്ട്സ് ഒന്നും അധികം purple.com ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് സ്റ്റേക്ക് വർക്കിന്റെ കാജൽ വളരെ നല്ലതാണ്. പക്ഷെ അത് ഇപ്പൊ എന്റെ കയ്യിൽ ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. ഇനി നാട്ടിൽ വെച്ചിട്ട് പോകുന്നൊന്നും എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സോ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. സത്യം പറഞ്ഞാല് വൺ ഓഫ് ദി ബെസ്റ്റ് 10 കാജൽസിന്റെ അകത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിരുന്ന ഒരു കാജലാണ് സ്റ്റേക്ക് വർക്കിന്റെ കാജൽ. വളരെ നല്ല കാജലാണ്. സോ അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ഫേസസിന്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിൾ ഡിംപിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനൊരു സോഫ്റ്റ് സ്മോക്കി ഐസ് ആണ് കൊടുക്കാൻ പോകുന്നത്, സോഫ്റ്റ് സ്മോക്കി ഐസ്. അപ്പൊ ഞാൻ ഈ ബ്രൗൺ ഐ പെൻസിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു കുഞ്ഞ് സ്മോക്കി ഐസ് കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എൻ്റെ ഐലിഡ്സിൽ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ് നന്നായിട്ട്. ലൈറ്റ് ആയിട്ട് കേട്ടോ, ഒരു ചെറിയൊരു ട്രാൻസിഷൻ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഞാൻ ഈ സെയിം ബ്രൗൺ പെൻസിലെടുത്ത് താഴത്തും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്, ഷെയ്ഡ് ചെയ്യാണ്, ബ്ലെൻഡ് അല്ല ഷെയ്ഡ് ചെയ്യാണ്.
ഇപ്പൊ ഞാൻ മേലെയും താഴെയും ഇങ്ങനെ കാജൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഈ ഫേസസിന് തന്നെ ബ്ലാക്ക് ഐ പെൻസിൽ വെച്ചിട്ട് ഞാൻ വാട്ടർ ലൈൻ മാത്രം ഒന്ന് എഴുതാൻ കേട്ടോ. ഇത് നല്ല ക്രീമിയാണ്. കണ്ട അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഒരു ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഓവർ ആവാൻ പാടില്ലല്ലോ. സോ അതിനുശേഷം ഞാൻ അത്രയും എഴുതി കഴിഞ്ഞു. ഇനി നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസ്കാര ഇടാൻ പോവാണ്. ആൻഡ് ഇതുവരേക്കും ഞാൻ മസ്കാരാസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഐ തിങ്ക് എൻവൈബയിലും ആംസ്റ്റർഡാമിലും സ്റ്റേക്ക് വോക്കിൻ്റെ അകത്തും മസ്കാരാസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാനപ്പോൾ ഇന്ന് ഇടാൻ പോകുന്നത് നമ്മുടെ മെയ്ബിലിൻ്റെ ദ കൊളോസൽ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ്. അത് ഞാൻ എൻ്റെ ഐ ലാഷസ് നന്നായിട്ടൊന്ന് കേൾ ചെയ്തതിന് ശേഷം ഒരു 2 to 3 കോട്ട്സ് ഇടാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ മസ്കാര ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇനി അധികം വലിയ സംഭവങ്ങളൊന്നും ഇല്ല. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടണം, ലിപ്സ്റ്റിക് ഇടണം, പൊട്ട് ഇടണം, ആക്സസറീസ് ഇടണം, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ ബ്ലഷ് ആയിട്ട് ഇന്ന് ഇടാൻ വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത് ഈ എൻവൈബിൻ്റെ ലിപ് ക്രയോൺ ആണ്. ലിപ് ക്രയോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റാണ് purple.com. സോ അതിൻ്റെ അകത്ത് ഒരു ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാനിന്ന് എന്താ പറയുക ബ്ലഷ് ആയിട്ട് ഇടുന്നത്. സോ ഇത് ബ്ലഷ് ആയിട്ടും ഇത്തിരി ക്രീമി ആയിട്ടുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇത് ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പം ഞാനിത് ബ്ലഷ് ആയിട്ട് ഇടാണ് കേട്ടോ. കണ്ട ഒരു നാച്ചുറൽ ലുക്കുള്ള ഒരു ബ്ലഷ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലഷാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേക്ക് വോക്കിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇടിവെട്ട് സാധനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെയും അതുകൊണ്ട് ഫേവറേറ്റ് സ്റ്റേക്ക് വോക്കിൻ്റെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള വേറൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഈ എൻവൈബേൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. സ്റ്റേക്ക് വർക്കിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എല്ലാപ്പോഴും ഞാൻ പറയാറുള്ളത് കൊണ്ട് ഞാനതിപ്പോൾ ഈ പ്രാവശ്യം കാണിക്കുന്നില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും. അതുപോലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം, സ്റ്റേക്ക് വർക്കിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഈ എൻവൈബേൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. ഇത് ഞാൻ ഇടുന്ന ഷെയ്ഡ് വന്നിട്ട് ലോഞ്ച് ആറ്റ് സാനോസിസ്നോ സംതിങ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്ന് ഇടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ബ്രൗണി ന്യൂഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കുറേ നല്ല രസമുള്ള കളർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നന്നായിട്ട് സൂപ്പറായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോഡക്റ്റാണിത്. നല്ലൊരു ബ്രാൻഡാണിത്. സ്മെല്ല് വൈസും അതിൻ്റെ ഒരു ഫോർമുല വൈസും അതിൻ്റെ ഒരു പിഗ്മെൻറ്റേഷൻ വൈസൊക്കെ ഒരു വലിയ തംസപ്പാണ് എൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നമ്മളുടെ ഇതാണ് എൻ്റെ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് യൂസിങ് മൈ ഫേവറേറ്റ് പ്രോഡക്ട്സ് ഫ്രം purple.com എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ പ്രോഡക്ട്സും ഇതിൻ്റെ യൂസ് ഇപ്പോൾ ഈ വീഡിയോനകത്ത് കാണിച്ച എല്ലാ പ്രോഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് ഈ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാനൊരു പൊട്ടൊക്കെ വെച്ചിട്ട് ആക്സസറൈസ് ഒക്കെ ചെയ്ത് ഹെയർ ഡു ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു മാലയും ഓക്സിഡൈസ്ഡ് മാലയും ഒരു കമ്മലും ഒക്കെ ഇട്ട് വന്നേക്കാണ്. പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക്. ആൻഡ് ടോട്ടലി സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ഫീലിംഗ് കിട്ടുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ്സ് ഫ്രം purple.com. ഇതിൻ്റെ ഇന്ന് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ചെക്ക് ചെയ്യുക, വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങുക. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫുൾ ഫേസ് യൂസിങ് മൈ ഫേവറേറ്റ് പ്രോഡക്ട്സ് ഫ്രം purple.com എന്നിട്ടുള്ളൊരു ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ് ദിസ് വീഡിയോ എ ബിഗ് തംസ് അപ്പ്. ആൻഡ് ഇതുവരെയും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ദി ആഷ് ഫാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബിൻ്റെ കൂടെ ആ റെഡ് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്. അതുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.